ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ദാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാത്തിം വയുസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ആ സ്വലാത്ത് അത് ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. എത്ര ഹദീസിന്റെ കിതാബുകളുണ്ട്? ഒരുപാട് കിതാബുകളില്ലേ? സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനനു നസായി, സുനനു തുർമുദി, സുനനു അബീ ദാവൂദ്, മുസ്നദു അബൂ യഅല, ഇങ്ങനെ ഒരുപാട് കിതാബുകളില്ലേ? അതിലേതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം കൊടുത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇങ്ങനെ സ്വലാത്ത് എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു. അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ആ ഒരു സ്വലാത്ത് ഏതെങ്കിലും ഒരു കിതാബിൽ നിനക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ബുഖാരിയിൽ കാണിച്ചു തരാൻ കഴിയുമോ? മുസ്ലിമിൽ കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ അവൻ ആ വഴിക്ക് കണ്ടില്ല. അതിന് നമ്മളെ ഇന്റർനെറ്റിൽ അതിനൊരു ഭാഷ ഉണ്ട്. എന്താണെന്ന് പറയാ? DC ആയി പോകുക എന്ന് പറയും. DC ആയി പോകുക എന്ന് പറഞ്ഞാൽ ആള് മറുപടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് ഒറ്റ പോക്കാൻ പോയാൽ മതി, പിന്നെ ആളെ കിട്ടൂലല്ലോ. അപ്പൊ ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് അങ്ങോട്ട് മറുപടി കൊടുത്താൽ, അങ്ങോട്ടൊരു ചോദ്യം നൽകിയാൽ പിന്നെ അവനെ ഈ വഴിക്ക് കാണൂല. നാരിയത്ത് സ്വലാത്ത് നരകത്തിന്റെ സ്വലാത്താന്നല്ലേ പറഞ്ഞത്? എന്നാൽ തിരിച്ചു നമുക്ക് ചോദിക്കാനുണ്ട്, നീ നാരിയത്ത് സ്വലാത്ത് നരകത്തിന്റെ സ്വലാത്താന്ന് പറയാൻ കാരണം എന്താണ്? നാരിയത്ത് സ്വലാത്തിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ റസൂലുള്ളാഹിനെ പറ്റി പറയുന്നുണ്ട്. ഇതാണ് അതിന് കാരണം പറഞ്ഞത്. നാരിയത്ത് സ്വലാത്തിൽ എന്താ ഉള്ളത്? അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ സ്വലാത്തും സലാമും വർഷിപ്പിക്കണമേ. എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ്? മുഹമ്മദ് നബി കാരണം കുരുക്കുകൾ അഴിയും, മുഹമ്മദ് നബി കാരണം പ്രശ്നങ്ങൾ തീരും, മുഹമ്മദ് നബി കാരണം ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, മുഹമ്മദ് നബി കാരണം മഴ വർഷിക്കും, മുഹമ്മദ് നബി കാരണം ആഖിബത്ത് നന്നാകും. അപ്പൊ മുഹമ്മദ് നബി കാരണക്കാരനാണ് എന്നാണ് അതിൽ പറയുന്നത്, അല്ലേ? ഇത് അല്ലാഹുവിന്റെ വിശേഷണമാണെന്ന് മുജാഹിദ് പറയുന്നു. മുഹമ്മദ് നബി ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ കാരണമാണ്, ഹേതുവാണ്, അതിൻ്റെ ഒരു നിമിത്തമാണ്. അങ്ങനെയുള്ള മുഹമ്മദ് നബിക്ക് കരുണ വർഷിപ്പിക്കണമേ, അങ്ങനെയുള്ള മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചെയ്യണമേ, അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ മേൽ സലാം വർഷിപ്പിക്കണമേ അല്ലാഹ്. എത്ര നല്ല സ്വലാത്താണത്! ആ സ്വലാത്തിൽ പറയുന്നത് ഇതിനൊക്കെ കാരണമാണ് മുഹമ്മദ് നബി. ഇത് അള്ളാഹിന്റെ വിശേഷണമാണ് പോലും എന്നാണ് ഇവര് പറയുന്നത്. എന്നാൽ ഞമ്മക്ക് പറയാനുള്ളത്, ഈ നാരിയത്ത് സ്വലാത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശേഷണമാണെന്ന് വിശ്വസിക്കുക വഴി ഈ പറഞ്ഞ മുജാഹിദുകൾ മുഴുവൻ നരകത്തിലേക്കാ പോകുന്നത്. അത്ര ഗുരുതരമായ തെറ്റാണിത്. അല്ലാഹു തആല മഴ വർഷിക്കാൻ കാരണമല്ല. മഴ വർഷിക്കുന്നതിന്റെ സ്രഷ്ടാവാണ്. അല്ലാഹു തആല പ്രശ്നങ്ങൾ തീരാനുള്ള കാരണമല്ല. അല്ലാഹു തആല പ്രശ്നങ്ങൾ തീർക്കുന്നതിനെ സൃഷ്ടിക്കുന്നവനാണ്. അല്ലാഹു തആല കാരണക്കാരനല്ല. അല്ലാഹു തആല കാരണത്തെ പടക്കുന്നവനാണ്. മുജാഹിദ് മനസ്സിലാക്കിയത് എന്താണ്? ഇവര് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ?
കാരണമാവുക എന്നതാണ് അള്ളാന്റെ സിഫത്ത്. തെറ്റാണത്. എന്റെ ഈ ശബ്ദം, ഞാൻ എത്ര ഡെസിബലിലാണോ ഈ ശബ്ദം ഞാൻ പ്രഭാഷണം നിർവഹിക്കുന്നതെങ്കിൽ അതിന്റെ 10 മടങ്ങ് സൗണ്ടിൽ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചു തരാനുള്ള കാരണമാണ് ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്പീക്കർ, അല്ലാതെ അല്ലല്ല. ആ കാരണത്തെ പടച്ചവനാണല്ല. അപ്പൊ മുഹമ്മദ് നബി കാരണക്കാരനാണ്. ആ കാരണത്തെ പടച്ചവനാണല്ല. മുജാഹിദ് മനസ്സിലാക്കിയത് എന്താണ്? പടച്ചോൻ വേറൊരാളാണ്, അള്ളാഹു കാരണക്കാരനാണ്. ഞാൻ ഈ മുജാഹിദുകളോട് പറയുന്നു, നിങ്ങളുടെ ഈ വിശ്വാസം നരകത്തിലേക്കല്ലേ, പിഴച്ച വിശ്വാസമല്ലേ അത്? ബുഖാരിയിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ കാണാം, وأبيض يستسقى ومامو بوجهه سمال اليتامى عصمة للأرامل. എന്താ പറഞ്ഞത്? ചെറിയ കുട്ടിയായിരിക്കുന്ന അന്ന് അള്ളാഹുവിന്റെ റസൂലിന് 40 വയസ്സായിട്ടില്ല. ആമിന ബീവിയിൽ നിന്നും മുല കുടിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടിയെ കുറിച്ച് പറയുകയാണ്, മുഹമ്മദ് നബിയെ കുറിച്ച് പറയുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, വഅബിയദ യുസ്തസ്ഖൽ വമാമു ബിവജ്ഹിഹി സിമാലൽ യതാമാ ഇസ്മതൽ ലിൽ അറാമിലി. ഈ വെളുത്ത ചെറിയ കുട്ടി, ഈ കുട്ടി കാരണത്താൽ, ഈ കുട്ടിയുടെ മുഖം കാരണത്താൽ മഴ വർഷിപ്പിക്കപ്പെടും. അള്ളാഹുവാണ് വർഷിപ്പിക്കുന്നത്. പക്ഷെ അതിന് അല്ലാഹ് കാരണമാക്കിയത് മുഹമ്മദ് നബിയെയാണ്. അപ്പൊ കാരണമാവുക എന്നത് അള്ളാഹുവിന്റെ സിഫത്തല്ല, അത് മുഹമ്മദ് നബിയാണ്. അപ്പൊ ഈ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞത് അള്ളാഹുള്ളതാണ് എന്ന് വിശ്വസിക്കുക വഴി, അത് പ്രസംഗിക്കുക വഴി, അത് അവരുടെ അനുയായികൾക്കിടയിൽ പ്രചരിപ്പിക്കുക വഴി ഈ മുജാഹിദുകൾ പോകുന്നത് സ്വർഗത്തിലേക്കല്ല, അവർ പോകുന്നത് നരകത്തിലേക്കാണ്. ഗൗരവല്ലേ? നമ്മൾക്ക് അവരോട് പറയാനുള്ളത്, സഹോദരന്മാരെ, മുജാഹിദുകളെ, നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങൾ നരകത്തിലേക്കെത്തും. ഇത് ഗൗരവാണ്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇത് ദീനിന്റെ ആശയമല്ല. നാരിയത്ത് സലാത്തിനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന വിശ്വാസം ദീനിലില്ല, അത് തെറ്റായ വിശ്വാസമാണ്. ഇനി രണ്ടാമതായി ഞാൻ ചോദിക്കട്ടെ, നാരിയത്ത് സലാത്ത് തെറ്റാണെങ്കിൽ, ശിർക്കാണെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാകണ്ടേ? എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 13-ാം വർഷത്തിൽ ഭരണമേറ്റെടുക്കുമ്പോൾ ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിലൂടെ സ്വഹാബത്തിനോട്, സഹപ്രവർത്തകന്മാരോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, നബി തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അതുപോലെ തന്നെ ഒന്നാമത്തെ ഖലീഫയും നമ്മളോട് വിട പറഞ്ഞു. വകുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദും റസൂലുള്ളാഹിന്റെ അടിമയും റസൂലുള്ളാഹിന്റെ ഖാദിമുമായിരുന്നല്ലോ. വഅന ബിഹി അസ്അദു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, വഅന ബിഹി അസ്അദു, ഞാൻ നബി കാരണത്താൽ ഞാൻ വിജയിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, വഅന ബിഹി അസ്അദു, വഅന ബിഹി അസ്അദു, ഞാൻ നബി കാരണത്താൽ ഞാൻ വിജയിക്കും. എവിടെ വിജയിക്കും? ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും വിജയിക്കും നബി കാരണത്താൽ. അതന്നല്ലേ നാരിയത്ത് സലാത്തിലും പറഞ്ഞത്, നബി കാരണത്താൽ വഹുസ്നുൽ ഖവാതിമി, അവസാനം നന്നായി മാറും എന്ന് നാരിയത്ത് സലാത്തിൽ പറഞ്ഞ അതേ വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സ്വഹാബിമാരോട് പറയുകയാണ്.
ഏതെങ്കിലും ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞോ ഉമറേ ആ പറഞ്ഞത് ശിർക്കാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ മുജാഹിദുകളെ, നിങ്ങൾ നാരിയത്ത് സലാത്തിനെ ശിർക്കാക്കിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് നരകത്ത് പോകേണ്ടി വരും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നരകത്തിലാണോ? രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ കാരണക്കാരനാവുക എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന്. ആ വിശേഷണം, ആ നിങ്ങളുടെ വിശ്വാസം അത് നരകത്തിലേക്കല്ലേ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നാരിയത്ത് സലാത്ത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ ന്യായം വെച്ച് നോക്കുമ്പോൾ അതേ കാര്യം പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് നരകത്തിലേക്കാണോ റളിയല്ലാഹു അൻഹു? ഞങ്ങൾ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് സ്വർഗത്തിലാണ് എന്നാ. എന്തുകൊണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അബൂബക്കറിൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന വ ഉസ്മാനു ഫിൽ ജന്ന വ അലിയും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗത്തിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് സ്വർഗത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിലാണ്, അലിയാർ തങ്ങൾ സ്വർഗത്തിലാണ്. മുജാഹിദുകളുടെ കാഴ്ചപ്പാട് പ്രകാരോ? ഇവിടെ പ്രസംഗിച്ചു പോയ ജിന്നുബാധയേറ്റ മുജാഹിദ് ഉണ്ടല്ലോ, അവന്റെ കാഴ്ചപ്പാട് പ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നരകത്തിലല്ലേ? അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി ഉണ്ടാവോ? ഇത് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചാൽ എന്താണോ സംഭവിക്കുക അതേപോലെ ഇതിനൊന്നും മറുപടി ഇവർക്ക് ആർക്കും ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. ഇതിനൊന്നും ഇവർക്ക് മറുപടി പറയാൻ തന്റെ ഇടമുള്ള ആളത്വമുള്ള ഒരൊറ്റ മഖ്ലൂഖ് ആ കൂട്ടത്തിലില്ല. ആ കൂട്ടത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് നിങ്ങൾക്കറിയില്ലേ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ? ഷാഫി ഇമാമിനെ നിങ്ങൾക്കറിയില്ലേ? ആരാണ് ഷാഫി ഇമാം? ഹിജ്റ 150 ജനിച്ച് 204 ഷാഫി ഇമാം വഫാത്തായത്. ആ ഷാഫി ഇമാമിനെ സംബന്ധിച്ച് 150 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുവൻ ഇൽമിനെ നിറച്ചു കൊടുക്കുന്ന ആലിമാണ് ഷാഫി ഇമാം. അങ്ങനെയുള്ള ഷാഫി ഇമാമിന് ലോകപ്രസിദ്ധമായ പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ പേരാണ് അർ-റിസാല. ആ റിസാല തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ? അതിന്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കണം നിങ്ങൾ. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പറയാണ്, അല്ലാഹുവേ നബിയുടെ മേൽ സലാം ചെയ്യണമേ, സലാം വർഷിപ്പിക്കണമേ. എങ്ങനെയുള്ള നബിയാണ്? ആരാണ് നബി? ഇതൊരു മുജാഹിദിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയൂല. പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഒരു മഹത്വം ഉണ്ട് എന്നുള്ളത് ഷാഫി ഇമാമിനറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കറിയാം. പക്ഷേ മുജാഹിദിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് മുജാഹിദാവാൻ കഴിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും തന്നെ മുജാഹിദാവാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഷാഫി ഇമാം പറയുകയാണ്, വമാ മിൻ നിഅമത്തിൻ ഹസലത് ലനാ ഫിദ്ദുനിയാ വൽ ആഖിറ വനിഖമത്തിൻ ദുഫിഅത് അന്നാ ഫീഹിമാ ഔ ഫീ അഹദിഹിമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എന്തെങ്കിലും ഒരു നിഅമത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ തൊട്ട് തടുക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ, മുഹമ്മദ് നബി അതിന്റെ കാരണക്കാരനാണ്. നിങ്ങൾ നോക്കൂ, എന്റെ പ്രസംഗം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ അല്ലാഹു തആല തന്ന ഒരു നിഅമത്തല്ലേ ഈ മൈക്ക, ഈ കാണുന്ന ഈ ബോക്സ്? ഇതിനും കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. ഷാഫി ഇമാം പറയാ, നമ്മൾ ചീറിപ്പായുന്ന വാഹനങ്ങളിലൂടെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനത്തിനെ ഇടിച്ചു തെറിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വാഹനം കടന്നു വരുമ്പോൾ യാദൃശ്ചികമായി നാം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ
രക്ഷപ്പെട്ടെങ്കിൽ അതിന്റെയും കാരണം മുഹമ്മദ് നബിയാണ്. ആരാ പറയുന്നത്? ഷാഫി ഇമാമ പറയുന്നത്. നമ്മളെ ചോദ്യം, ജിന്നുബാധയേറ്റ് ഇളകി നടക്കുന്ന മുജാഹിദിന്റെ ആളുകളോട് നമുക്കുള്ള ചോദ്യം, ഷാഫി ഇമാം നരകത്തിലോ? ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആൾക്കാരാ, നിങ്ങൾ അതിന്റെ ആൾക്കാരാ? ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആളുകളാണ്. ഞങ്ങളെ ഷാഫി ഇമാമിന് അല്ലാഹുവിന്റെ ദീൻ വ്യക്തമായിട്ടറിയാം, അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ അറിയാം, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അറിയാം, അല്ലാഹുവിന്റെ ദീനിന്റെ വിശ്വാസങ്ങൾ അറിയാം, ആചാരങ്ങൾ അറിയാം. ആ ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഞങ്ങളെ ചോദ്യം, ഷാഫി ഇമാം നരകത്തിലാണോ? പറയണം നിങ്ങൾ. വെറുതെ നന്നാമൂനെ പറഞ്ഞു കാണ്ട് പോട്ടപ്പോയത്തം വിളിച്ചു പറഞ്ഞാ പോരാ.